ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്നതാണെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലും അടിപൊളി ഒരു ടിപ്സ് ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ചുമ്മാ പോകുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകട്ടോ. പിന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരത്തുള്ളൂ. ഒത്തിരി പേര് പറയുന്നുണ്ട് ഇപ്പം വീഡിയോസ് ഒന്നും കാണുന്നില്ല, ഈ വീഡിയോ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചിലർ ഈ ബെൽ ബട്ടണൊക്കെ അമർത്താത്തതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ ബെൽ ബട്ടണൊക്കെ അമർത്താതിരുന്ന് കഴിഞ്ഞാൽ കുറേ ദിവസം നമ്മുടെ വീഡിയോ പെൻഡിങ്ങിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അവർക്ക് വരത്തില്ല. അതുകൊണ്ടാണ് മറ്റേ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഞെക്കാൻ പറയുന്നത്. എന്നാലേ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 2 ദിവസം കാണാതിരുന്നാൽ അവർക്ക് ദിവസം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി എന്നാലും മഴയാണെങ്കിലും എന്നാണെങ്കിലും ഇന്ന് പോകും തീരുമാനിച്ചായിരുന്നു. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്നത് ബ്യൂട്ടി ടിപ്സ് അല്ല കേട്ടോ, ഒരു ഹെയർ ടിപ്സ് ആണ് ചെയ്യുന്നത്. അതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ നല്ല ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. എൻ്റെ മുടിക്ക് നല്ല ഉള്ളമുള്ള മുടിയായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര പനങ്കൊല മാതിരി ഭയങ്കര നീളം ഉണ്ടായിരുന്നെന്നല്ല പറയുന്നത്. നീളം വരാതിരുന്നതെന്നു വെച്ചാൽ വെട്ടിക്കളയുന്നതുകൊണ്ടാണ് നീളം വെക്കാതിരുന്നത്. വീട്ടിൽ വെച്ചാണെങ്കിലും എൻ്റെ മുടി തോളിൻ്റെ ഇവിടെ ഇങ്ങനെ റൗണ്ട് വെട്ടിയെടുത്തുള്ള എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള പിള്ളേർക്കൊക്കെ അറിയാം എൻ്റെ മുടിയുടെ ഉള്ളും എല്ലാം അറിയാം. അവരെല്ലാം പറയും നല്ല നല്ല ഭംഗിയിലായിരുന്നു കിടക്കുന്നത്, തിക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ശരിക്കും ചുരുളനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലായിരുന്നു. കോലമുടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലായിരുന്നു. അങ്ങനത്തെ മുടിയായിരുന്നു എൻ്റേത്. അപ്പം മുടിയുടെ അടിവശമൊക്കെ നല്ല ഇതായിട്ട് കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെ മുടി വെട്ടി 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 കളയുമായിരുന്നു. പക്ഷെ മുടി വെട്ടുന്നതനുസരിച്ച് വെട്ടിക്കളയുന്നതനുസരിച്ച് എൻ്റെ മുടി ചുരുളാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. കുഞ്ഞിലേ നല്ല കോല മുടിയായിരുന്നു, ഭയങ്കര കറുപ്പുമായിരുന്നു എൻ്റെ മുടിക്ക്. അപ്പോൾ അമ്മയൊക്കെ എപ്പോഴും പറയുന്നത് ഒരു കറുത്ത കറിച്ചട്ടി തല കമത്തി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നത് അതുപോലെ കോലമുടിയായിരുന്നു. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഡെലിവറി ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ഡെലിവറിക്ക് കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തേനും വലിയ കണ്ണനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മുടി ശരിക്കും പൊഴിയാൻ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് മുടി പിന്നെയും ഒന്ന് കിളുത്തൊക്കെ സെറ്റായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോർമോണിൻ്റെ പ്രശ്നം വന്നു. ഹോർമോണിൻ്റെ പ്രശ്നം ഉള്ളവർക്കറിയാം, തൈറോയ്ഡ് ഒക്കെ ഉള്ളവർക്കറിയാം, നമ്മുടെ മുടിയൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കുന്ന വഴി ഊരിപ്പോവും. അതുപോലെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. എന്നോട് എല്ലാവരും ചോദിക്കായിരുന്നു മുടി എന്നെ ഇങ്ങനെ കെട്ടി വെച്ച് നിൽക്കുന്നത്. ഞാൻ മുടി മടക്കി വെച്ച് ഒന്നാമത് മുടി ഇല്ലായിരുന്നു, ഒരു ഇച്ചിരി ഉള്ളായിരുന്നു. എന്നതാ പറയാം, പൂച്ചപ്പൂട മാതിരി ഒരു ഇച്ചിരിയേ ഉള്ളായിരുന്നു. അത് ഞാൻ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ നീളമുള്ള ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് കൊണ്ട് മുടി മടക്കി ഇങ്ങനെ വെച്ച് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാന്ന് വെച്ചാൽ മുടി അഴിച്ചിട്ടാൽ എനിക്കറിയാം ഏതെങ്കിലും ഒരെണ്ണം ഫുഡിനകത്ത് എന്നത്തിനെന്തെങ്കിലും വീഴുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അങ്ങനെ മുടി പൊഴിയുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ചീപ്പ് തല തൊടാൻ എനിക്ക് പേടിയായിരുന്നു. കാര്യം ചീപ്പ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ചീപ്പ് നിറച്ചും എനിക്കറിയത്തില്ല ഊർന്ന് അങ്ങ് പോകുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്നിട്ട് ചെയ്തിട്ട് എണ്ണ ഒരുപാട് മാറ്റി നോക്കി, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു ടിപ്സ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മുടി പൊഴിച്ചിൽ ശരിക്കും എനിക്ക് കുറഞ്ഞു കേട്ടോ. നല്ല വ്യത്യാസമുണ്ട് മുടി പൊഴിച്ചിൽ. അതുപോലെ തന്നെ എൻ്റെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഇങ്ങനെ കഷണ്ടി പോലെ തെളിഞ്ഞ് കാണാം. അത് ഇങ്ങനെ മുടി ഞാൻ തോർത്ത് തല കെട്ടി വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെയാണ് എൻ്റെ മുടി ഇരുന്നുകൊണ്ടിരുന്നത്. ഇവിടെ നല്ലപോലെ അങ്ങ് കയറിയായിരുന്നു. പക്ഷെ അവിടെയൊക്കെ മുടിയെല്ലാം അങ്ങ് പോയായിരുന്നു പൊഴിഞ്ഞ്. ഇപ്പോൾ അവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു ഹെയർ കിളുത്ത് വന്ന് നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ആ ഒരു കറുപ്പുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഹെയർ കിളുക്കുന്നുണ്ട്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹെയർ കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുടിക്ക് എനിക്ക് ഉള്ളും വന്നിട്ടുണ്ട്. ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് തേക്കാൻ തുടങ്ങി. പിന്നെ ഒത്തിരി നീളമില്ല. ഇത് കണ്ടോ, ഇത്രയും നീളമേ ഉള്ളൂ മുടിക്ക്. ആ നീളം ഉള്ളെന്ന് പറഞ്ഞാലും നല്ല ഉള്ളായിട്ട് എൻ്റെ മുടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്നതാണ് ഞാൻ ചെയ്തേക്കുന്നതെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ. ഇപ്പം മുടി നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അമ്പലത്തിലൊക്കെ പണ്ട് നനഞ്ഞ പടിയെ മുടി ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ ഇട്ടുകൊണ്ട് കെട്ടി വെച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ മുടിയുടെ തുമ്പ് ഞാനിപ്പോൾ ഇച്ചിരി നീളം വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു പുഴു എന്നിൽ ഇട്ടുകൊണ്ടേ ഞാൻ അമ്പലത്തിൽ പോകത്തുള്ളൂ. മുടിയുടെ തുമ്പ് നമ്മൾ മുടി അഴിച്ചിട്ടുണ്ട് അമ്പലത്തിൽ കയറില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ മുടിയെന്നൊരു മുടി അങ്ങനെ പൊഴിഞ്ഞ് അമ്പലത്തിലൊക്കെ വീഴില്ലെന്നാണ് പറയുന്നത്, ദോഷമെന്ന് പറയുന്നത്. അപ്പം നിങ്ങളോർക്കും ഒരു ക്രിസ്ത്യാനിയെ ഞാൻ ഇത്രയും വിശ്വാസത്തോടുകൂടി പറഞ്ഞ് എന്നാണെന്നറിയോ, ഞാനിപ്പോൾ ക്രിസ്ത്യനാണേലും ഏത് മതത്തിലാണേലും എനിക്ക് വിശ്വാസമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അവരവരുടെ മതത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഞാൻ ക്രിസ്ത്യനാന്ന് പറഞ്ഞ് എനിക്ക് എൻ്റേതായ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഹിന്ദുക്കൾക്കും അവരുടേതായ വിശ്വാസങ്ങൾ, മുസ്ലിങ്ങൾക്ക് അവരുടേതായ വിശ്വാസം. അതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ വന്നിച്ചില്ലേലും നിന്ദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദൈവത്തെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആരുടെ വിശ്വാസമാണോ അതനുസരിച്ച് അവരുടെ രീതിക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ മുടിയുടെ തുമ്പ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് പോകുന്നത്. അത് പിന്നെ വീട്ടിൽ കൊണ്ട് വരുമ്പോൾ ഞാനങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇപ്പം അങ്ങനെ നടക്കും. അപ്പം മുടിയുടെ മുടി പൊഴിയുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഹോർമോൺ കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പൊഴിയാൻ തുടങ്ങി. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എനിക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയ ഒരു ടിപ്സാണ്. നല്ല അടിപൊളിയാണ്. എന്നതാണെന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
മുടി പൊഴിച്ചിലുള്ളവർക്ക്. ഇത് ഇപ്പം ഇന്നിപ്പം മുടിയെ പുരട്ടി നാളെ മുടി വളരുന്നല്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് നാളുകൊണ്ട് ഞാനിതിങ്ങനെ ആഴ്ച 2-3 പ്രാവശ്യം ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ചിലപ്പോൾ ഒരാഴ്ച ഫുള്ള് ചെയ്തിട്ട് പിറ്റേ ആഴ്ച ചെയ്തിട്ടുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ചിലപ്പോൾ ജലദോഷമോ മൂക്കടപ്പൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അത് എന്നതൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പം ഞാനത് എന്നതൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അത് കാണാം കേട്ടോ. കുക്കിങ്ങും കാര്യങ്ങളൊന്നും അധികം കാണുന്നൊന്നുമില്ല. കാര്യം കുക്കിങ്ങും കാര്യങ്ങളൊന്നും ആർക്കും വേണ്ടതേ. ഇങ്ങനെയുള്ള എന്നതിലൊക്കെ കാര്യങ്ങൾ മതി. പിന്നെ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ കുക്കിംഗ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി അതിനകത്ത് ഉൾപ്പെടുത്തിച്ച് ബാക്കി നമുക്ക് ഹെയർ ടിപ്സ് കേട്ടോ. ആരും മറക്കണ്ട, മുടി പൊഴിച്ചിലുള്ള നല്ല അടിപൊളി ടിപ്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാവേ. കറി കിട്ടെ എനിക്ക് വേണ്ട ചപ്പാത്തി കൈ വേണോ കറി വേണോ വെച്ചാൽ അപ്പോൾ എല്ലാവരും കാപ്പുടിയൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞ് പിന്നെ ഇത് വൈകുന്നേരമൊക്കെയാണ് വീഡിയോസ് എടുത്തത്. അപ്പോൾ ഇത് കണ്ട് നല്ല ഉള്ളായിട്ട് കിടക്കുന്ന മുടിയാണ്, നല്ല ഉള്ളായിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ തമിഴിലിട്ടേക്കുന്ന ഫോട്ടോ പോലെ തന്നെയായിരുന്നു എൻ്റെ മുടി കിടന്ന കേട്ടോ. ഒട്ടുമില്ല, എത്രയും നീളവും ഇല്ലായിരുന്നു. അങ്ങ് മുടി ശരിക്കും പോയായിരുന്നു. കാര്യം പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യുന്നുമില്ലായിരുന്നു. കാര്യം പോകുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പം ഞാനിത് എല്ലാം ഒന്ന് അരച്ചെടുക്കാനായിട്ട് തുടങ്ങുവാണേ. ഇതുണ്ട്, ഇത് കേശവർദ്ധിനി എന്ന് പറഞ്ഞതിൻ്റെ ഇലയാണ്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ പന്ന സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഈ മാങ്ങാനാറിച്ചെടി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ മണമാണ് ഉള്ളത്. പിന്നെ ഞാൻ എടുക്കുന്നത് ഉലുവയാണ്. ഉലുവ ഇത് ഇച്ചിരി ഐസാക്കിയതാണ്. ഇച്ചിരി നല്ലപോലെ അരയ്ക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഐസായിട്ടിരിക്കുന്നതാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മിക്സി ചൂടാകത്തില്ല. ഇനി ഇതിലേക്ക് ഞാൻ എന്നാ ചേർക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഉലുവ ഞാൻ നേരത്തെ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ച് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചതായിരുന്നു കേട്ടോ. ഫ്രീസറിലോട്ട് വെച്ച് പോയി. ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് വെച്ചായിരുന്നു, പക്ഷേ ഫ്രീസറിലോട്ടായിപ്പോയി, ഓർത്തില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ അരയാൻ വേണ്ടി ഇച്ചിരി ഒഴിച്ച് വെക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ തലേദിവസം നമ്മൾ ചോറ് വെച്ച് ഊറ്റുന്ന വെള്ളമില്ലേ, ആ ഒരു എന്നാ കഞ്ഞിവെള്ളമില്ലേ, തലേദിവസത്തെ കഞ്ഞിവെള്ളം, ആ വെള്ളമാണ്. അതും കൂടെ ചേർത്താണ് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. കഞ്ഞിവെള്ളം കൂടെ ചേർത്താണ് നല്ലപോലെ അരച്ചെടുക്കുവേ. പിന്നെ ഇത് അരച്ചെടുക്കട്ടെ. ഇത് ഞാൻ നല്ലപോലെ അരച്ചു കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ ഐസ് ചേർത്തേക്കുന്നുണ്ട്, ഭയങ്കര തണുപ്പ് വരുമെന്നൊന്നും അർത്ഥം പേടിക്കണ്ട കേട്ടോ. മിക്സിയിലിട്ട് കുറേ നേരം അരയ്ക്കുമ്പോഴത്തേക്ക് ആ തണുപ്പൊക്കെ അങ്ങ് പോയി കിട്ടും. ഇനി ഇത് ഞാൻ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കട്ടെ. ഇത് അരിച്ചെടുക്കണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ജ്യൂസായിട്ട് കിട്ടും. അതല്ല ഇതോടുകൂടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. തലമുടി നല്ലപോലെ ഒന്ന് കഴുകണമെന്നുള്ളൂ. ഞാൻ മിക്കപ്പോഴും ഇതോടുകൂടി തന്നെയാണ്, അങ്ങനെ വലിയതായിട്ട് അരിക്കാറില്ല, അങ്ങനെയാണ് തേക്കുന്നത്. ഇപ്പം നമ്മൾ ഏത് പാക്ക് ഇടുന്നതിന് മുന്നേ ഉണ്ടല്ലോ, നമ്മുടെ തലയിൽ ഇച്ചിരി എണ്ണ തേച്ചേച്ച് വേണം ചെയ്യാനായിട്ട്. ഇച്ചിരി കൂടെ എണ്ണ തേക്കുവാണ്. അല്ലെ നിങ്ങൾ പറയും ഞാൻ എണ്ണ തേച്ചത് കാണിച്ചില്ല എന്ന് പറയത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ എണ്ണ തേച്ചതാ ഒന്നും കൂടെ ഒന്ന് തേക്കുവാണ് തല കുറച്ചും കൂടെ. അപ്പം ഞാൻ വെളിയിൽ നിന്ന് ചെയ്യാതെ എന്നാന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് മഴ ചാറി, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും അടുത്തത് ഇരുണ്ട് മൂടി വരുന്നു, വെയിൽ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയി നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലൊരു വെളിയിൽ നിന്ന് എടുക്കാതെ, അപ്പോൾ ഇതുപോലൊരു കുപ്പിക്കകത്താണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ആകുമ്പോൾ നമ്മുടെ മേത്തൊന്നും വീഴത്തില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിന് എൻ്റെ കൈ തെറ്റിയുണ്ടല്ലോ, അത് ഡിലേറ്റ് ആയിപ്പോയതേ. അപ്പോൾ ഞാൻ തലയിൽ പരട്ടാനായിട്ട് ഇങ്ങനെ എടുത്തായിരുന്നു. ഇതുണ്ട്, ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് തലയിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ മുടി വകഞ്ഞേച്ച് ഇങ്ങനെ തേച്ചാൽ മതി. അപ്പം എനിക്ക് കണ്ണൻ എന്നെ നേരത്തെ എപ്പോഴും കളിയാക്കുമായിരുന്നു കേട്ടോ. അമ്മയുടെ കളിയാക്കൽ ആദ്യമൊക്കെ ഇവർ എന്നോട് പറയായിരുന്നു, അമ്മയുടെ മുടി ഒത്തിരി പോയിട്ടുണ്ട്, ഇവിടെ എല്ലാം തലയൊക്കെ ഇങ്ങനെ നരയൂട്ടിയൊക്കെ തെളിഞ്ഞ് കാണാം എന്ന് പറയുമായിരുന്നു. അപ്പം അവൻ ചോദിക്കുന്നത്, യോ ഇത് എന്നെ അമ്മ ഇങ്ങനെ പോകുന്നേ എന്ന് ചോദിക്കുന്നത്. അപ്പം മുടിയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അച്ഛനും പറയും, അമ്മ ഇത് എന്നതാ അപ്പടി അങ്ങ്, ചേട്ടനൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അപ്പടി അങ്ങ് പോയല്ലോടി ഇതിൻ്റെ മുടി എന്ന് പറയായിരുന്നു. പക്ഷേ എന്ന് എനിക്ക് തന്നെ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങ് പോകുന്നത് അങ്ങ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വെച്ച് ഞാൻ ഇതിങ്ങനെ കണ്ടുപിടിച്ച് കഞ്ഞിവെള്ളം നല്ലതെന്ന് എനിക്ക് യൂട്യൂബിലൂടെ കണ്ടാണ്. അതിനകത്തോട്ട് ഉലുവയും കൂടെ ചേർത്താൽ ഇച്ചിരി കൂടെ നല്ല, ഉലുവ നല്ലതാണ് മുടിക്കുന്ന കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉലുവ ഇതിനകത്ത് ചേർത്ത് തുടങ്ങിയത്. ഉലുവ ചേർത്ത് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നീരിറക്കവും പിന്നെ തലവേദനയൊക്കെ ഉള്ളവരൊക്കെ സൂക്ഷിക്കുക. കാര്യം അവർ ഒത്തിരി നേരം തല വെച്ചുകൊണ്ടിരിക്കരുത്. ശരിക്കും തണുപ്പാണ് ഉലുവ എന്ന് പറയുമ്പോൾ. ഈ പഴങ്കഞ്ഞിവെള്ളത്തിലും തണുപ്പാണ്, ഉലുവായും തണുപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒത്തിരി നേരം വെക്കാതെ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ തല തേച്ച് പിടിപ്പിച്ച് വെച്ച് പെട്ടെന്ന് കഴുകിക്കളെ. പിന്നെ ചൂടുവെള്ളത്തിൽ അങ്ങ് തല കഴുകാമെങ്കിൽ നല്ലതാണ്. ഒത്തിരി ചൂടായിരിക്കും, ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ തണുപ്പൊന്നും മാറത്തില്ലേ, ആ ഒരു ഇതിൽ തലയൊന്ന് കഴുകാമെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല.
അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ തല വെച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ എന്നോട് കണ്ണൻ ഇങ്ങനെ പറയുന്നത്, അമ്മയുടെ മുടിയെല്ലാം ഇവിടെ പോയി, എന്നിട്ട് മുടിയുടെ നീളവും കൂടെ അങ്ങ് കുറഞ്ഞു കേട്ടോ. മുടി പൊഴിയുന്നതനുസരിച്ച് മുടിയുടെ നീളവും കൂടെ കുറഞ്ഞേച്ച് ഒരു ഇച്ചിരി എന്നതാ ഈ കുരുവിക്കൂട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കുരുവിക്കൂട് മാതിരി ഇങ്ങനെ കിടക്കുമായിരുന്നു. എനിക്ക് കണ്ണൻ എപ്പോഴും പറയായിരുന്നു, അമ്മയുടെ തലയിൽ കുരുവിക്കൂടാണോ എന്ന് ചോദിച്ചാൽ, എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കുളിച്ചേച്ചൊക്കെ ഇറങ്ങുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി. കാര്യം മുടി അഴിച്ചിടാതെ കെട്ടി വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ചുമ്മാ ഒരു ക്ലിപ്പ് ഇടും, അത് അങ്ങ് ഇച്ചിരി മുടിയെ കാണത്തുള്ളായിരുന്നു. എനിക്കൊന്ന് പഴയ വീഡിയോസൊക്കെ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, നല്ല ശരിക്കും അറിയാൻ പറ്റും ചില വീഡിയോയിലൊക്കെ. അത് ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മുടിക്ക് മാറ്റം വന്ന് മുടി വളരാൻ തുടങ്ങി. മുടിക്ക് നീളവും വെച്ച് മുടിക്ക് ഉള്ളും വെച്ച്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഹെയറുകൾ ഇഷ്ടം പോലെ. ഞാൻ ഇങ്ങനത്തെ തല തേക്കുമ്പോഴത്തേക്ക് ശരിക്കും തേച്ച് കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഇതുപോലെ ഞാൻ തേച്ച് കൊടുക്കും. ഇനിയിപ്പം നമ്മൾ ചിലർ പറയും, ഈ കേശവർദ്ധിനി അറിയാത്തവർ പോലും ഉണ്ട് കേട്ടോ. ഈ ചെടിയെപ്പറ്റി അറിയാത്തവർ വരെ ഉണ്ട്. ഇപ്പം കേശവർദ്ധിനി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, മിക്കയിടത്തും ഉണ്ട് ആ ചെടി. ഞാൻ കാണിച്ചില്ലേ, മിക്കയിടത്തും ചെയ്ത്. ഇനി അത് ഇല്ലയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. കേശവർദ്ധിനി ഇല്ലയെന്ന് പറഞ്ഞാൽ ഉലുവായും കഞ്ഞിവെള്ളവും നല്ലതാണ്. കിട്ടിയാൽ അത്രയും കൂടെ നല്ലത് കേശവർദ്ധിനി, മുടിക്ക് നല്ലതാണ്. അപ്പം ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഇത് മാത്രമേ ചെയ്യുക. പിന്നെ ഈ ഹോർമോണിൻ്റെ ഒക്കെ പ്രശ്നം ഇല്ലാത്തവർക്ക് ഈ കഞ്ഞിവെള്ളം ഉലുവായി മാത്രമാണ് നല്ലപോലെ മുടി വളരും കേട്ടോ. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എനിക്ക് ഹോർമോണിൻ്റെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇത്രയും മുടി പോവുകയും ഒക്കെ. അല്ലാതെ പിന്നെ ഈ താരനൊക്കെ വന്ന് മുടി പൊഴിയത്തില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കഞ്ഞിവെള്ളം ഉലുവായും കൂടി ഇട്ട് കുതിർത്തേച്ച് ഉലുവ അരച്ച് ചേർക്കുന്നത്. പിന്നെ മിക്സിയിലിട്ട് നമുക്ക് നല്ലപോലെ ഉലുവ അരച്ചെടുക്കാൻ പറ്റും. കുതിർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി തണുത്ത വെള്ളം കൂടി ചേർത്താൽ മതി. തണുത്ത വെള്ളം ചേർത്തെന്നും പറഞ്ഞിട്ട് നമ്മൾ തല പറ്റുമ്പോൾ അതിന് തണുപ്പൊന്നും ഇല്ല കേട്ടോ. സാധാരണ ഇതാണ്, ഒട്ടും തണുപ്പില്ല, അങ്ങനെ തണുപ്പൊന്നും വരത്തില്ല. മിക്സിയിലിട്ട് അരയ്ക്കും. നമുക്കറിയാം, നമ്മൾ അരിയൊക്കെ അരയ്ക്കുമ്പോഴത്തേക്ക് ചൂടാകുമെന്ന് പറഞ്ഞില്ല മിക്സി. ഞാനിവിടെ അരിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഇച്ചിരി തണുത്തുള്ള ഒഴിച്ചാണ് അരയ്ക്കുന്നത്. അപ്പോൾ ജാറ് പെട്ടെന്ന് ചൂടാകത്തില്ല, അപ്പോൾ മാവിനും ചൂട് വരത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി തണുത്തുവെള്ളം ചേർത്ത് ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചാൽ മതി. ഉലുവ കുതിർത്തേച്ച് അതെടുത്തങ്ങ് അരച്ചാൽ മതി, അന്നേരം നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കഞ്ഞിവെള്ളവും ഉലുവായും മാത്രമാണെങ്കിലും കുഴപ്പമില്ല, മുടിക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഈ ഹോർമോണിൻ്റെ ഒക്കെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് താമസമാണ് മുടി തിരിച്ചു വരാനായിട്ട്. കാര്യം അവർക്ക് ഹോർമോൺ നോർമൽ ആകാതെ ഒരിക്കലും അതൊന്നും പഴയ പോലെ ആകത്തില്ല. തൈറോയ്ഡൊക്കെ ഉള്ളവർക്കൊക്കെ, അതൊക്കെ ഉള്ളവർക്കറിയാം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ. അവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേശവർദ്ധിനി എവിടെയൊക്കെ അന്വേഷിച്ചാൽ കിട്ടും. പിന്നെ ചെടിക്കടയിൽ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും കേട്ടോ. ചെടിക്കടയിൽ ചോദിച്ചാൽ കിട്ടും. കാര്യം ഈ ചെടിക്കടയിലൊക്കെ കാണും. എല്ലാ ചെടിക്കടയിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കാട് പോലെ ഇത് കിളുത്തോളും. ഇതിൻ്റെ പൂവേന്ന് വീഴുന്ന അരിയാണ് എല്ലായിടത്തും വീണ് കിളുക്കുന്നത്. ഒരു കുഞ്ഞു തൈ. സത്യം പറഞ്ഞാൽ ഈ കേശവർദ്ധിനി ഇവിടെ കൊണ്ടുവന്ന ഞാനാണ്. എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ കല്യാണത്തിൻ്റെ മറ്റേ സീഡിക്കകത്ത് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നല്ല രസം ഈ പൂ നിൽക്കുന്നത്. കേശവർദ്ധിനിയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പൂവിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ തൈ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ കൊണ്ടു തന്ന തൈയാണ്. ഞങ്ങൾ പഴയ വീട്ടിൽ, താഴത്തെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ പഴയ വീട്ടിൽ അവിടെ ആ സമയത്ത് അവിടെ വെച്ച് പിടിപ്പിച്ച് അത് കഴിഞ്ഞേച്ച് പിന്നെ അതിൽ ഇങ്ങനെ ഓരോരുത്തരൊക്കെ പൂ കണ്ട് കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ എൻ്റെ നിന്ന് മൊത്തം പോയി. പിന്നെ ഒരു കുഞ്ഞു തൈ എനിക്ക് കിട്ടിയത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച്. ഇവിടെ കൊണ്ടുവന്ന് ഈ പൂ കണ്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഈ ചെടിക്ക്. പിന്നെ ഒരു ദിവസം യൂട്യൂബിൽ കണ്ടായിരുന്നു, മുടി കറക്കാനായിട്ട് കേശവർദ്ധിനി നല്ലതാണ്, അതിൻ്റെ കിളുന്തല ഇങ്ങനെ എടുത്ത് അതിൻ്റെ നീരെടുത്ത് തലയിൽ പറ്റിയത് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇത് ഞാൻ നട്ടുപിടിപ്പിച്ച് ശ്രദ്ധയോടെ കൊണ്ടുപോയി. പിന്നെ നമ്മൾ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇച്ചിരി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ പടർന്ന് പന്തലിച്ചെടുക്കും. പക്ഷെ പൂ നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ്. ആ വയലറ്റ് കളർ പൂ അങ്ങോട്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് നല്ല രസം. ആ പൂ കണ്ടാണ് എല്ലാവരും വീട്ടിൽ അത് വളർത്തുന്നത്. അപ്പം അങ്ങനെ ചെടിക്കടയിൽ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പില്ല, കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നീരിറക്കവും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇത് ഒരു 20 മിനിറ്റ് മാത്രം തേക്കുക. അല്ലാത്തവർ നല്ല ഇതായിട്ട് ഇച്ചിരി നേരം കൂടുതൽ നേരം വെക്കുക. ഇപ്പം എന്നെ കണ്ണം കളിയാക്കാറില്ല കേട്ടോ. ഇപ്പം എന്നോട് കണ്ണം പറയാറുണ്ട്, അമ്മ വേണ്ടി ഇവിടെയൊക്കെ മുടിയൊക്കെ കിളുത്തല്ലോ, ഇപ്പം അമ്മയുടെ മുടി അങ്ങനെ പ്രശ്നമില്ലല്ലോ, മുടിക്ക് നീളം വെച്ചല്ലോ എന്നൊക്കെ പറയും. നമ്മുടെ മക്കളും ഭർത്താവും ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ചേട്ടനും അച്ഛനും കണ്ണനൊക്കെ എന്നെ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ മുടി പൊഴിയുന്നത്, എൻ്റെ വണ്ണം കൂടുന്നത്, വണ്ണം കുറയ്ക്കുന്നത് എല്ലാം അവർ പെട്ടെന്ന്. എനിക്ക് വണ്ണം കൂടുമ്പോഴേ അവർ പറയും, അയ്യോ അമ്മ വേണ്ട വണ്ണം വെച്ച്, പിന്നെ അമ്മയ്ക്ക് ഹോർമോൺ ഇത് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വണ്ണം കുറയുമ്പം പറയും, ആ വണ്ണം കുറയുന്നുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് അവർക്ക് റിസൾട്ട്, അവർ പെട്ടെന്ന് കൂടെ താമസിക്കുന്നവർക്ക് അറിയത്തില്ലെന്ന് എല്ലാവരും പറയും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാട്ടെ, ഇവർക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാം. അവർ പെട്ടെന്ന് ഒരു കാര്യങ്ങൾ പറയും. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛനും പറഞ്ഞു, അമ്മയുടെ മുടിക്ക് നല്ല വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഇത് ബാക്കിയുള്ളത് മുടിയുടെ പുറകിലൊക്കെ തേക്കുന്നുണ്ട്. വെച്ചാൽ എനിക്ക് കണ്ണാടി നോക്കി തേച്ചാൽ ശരിയാവുള്ളൂ എന്ന്, ഈ ഫോണിൽ നോക്കി തേച്ചാണ്ടല്ലോ എന്നേ ഒട്ടും ശരിയാകത്തില്ലെന്നേ. ഞാനത് എനിക്കൊരു വശമില്ല.
അപ്പോൾ കണ്ണാടി നോക്കിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ബാക്കി മൊത്തം എനിക്കിനി തല തേക്കാനായിട്ടുള്ളതാണ്. അപ്പം ബാക്കി മുഴുവൻ തലയിലൊക്കെ തേക്കട്ടെ. അപ്പം ഞാനിത് 1 മണിക്കൂർ കൂടുതൽ ഇത് തേച്ച് എൻ്റെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തൊക്കെ നടന്നു വെച്ച് എപ്പോഴേലും കുറേ കഴിയുമ്പോഴാണ് കുളിക്കുന്നത്. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞ് എൻ്റെ തലയിരിക്കും. അപ്പോൾ നീരൊക്കെ ഇല്ലാത്തവർക്ക് അത്രയും നേരം വെക്കാം. അല്ലാത്തൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ തലയൊന്ന് കഴുകുക. അപ്പോൾ അത്രയും പ്രശ്നം വരത്തില്ല. തിളച്ച വെള്ളം ഒന്നും കോരി തല ഒഴിച്ചേക്കല്ലേ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇതിന് കമൻറ്റ് വന്നേക്കല്ലേ ചൂടുവെള്ളം തല ഒഴിച്ചാൽ മുടി പൊഴി, അങ്ങനൊന്നും ഇല്ല കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചാലൊന്നും മുടി അങ്ങനെ പൊഴിയത്തൊന്നുമില്ല. ചെറു ചൂടുവെള്ളം തല ഒഴിച്ചാൽ ഒരു മുടിയും പൊഴിയത്തില്ല. അത് അങ്ങനെയാണെങ്കിൽ പറ്റി കിടക്കുന്ന പെണ്ണുങ്ങളുടെ തലയിലൊന്നും മുടി കാണത്തേ ഇല്ലല്ലോ. കാര്യം അവർ ഈ ചൂടുവെള്ളത്തിൽ കുളിച്ചേച്ച് ചെറു ചൂടുവെള്ളം കൊണ്ട് അവരുടെ തല കഴുകുന്നത്, പച്ചവെള്ളം കൊണ്ടല്ല കഴുകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നല്ല വെയിൽ വന്നു കേട്ടോ. ഇടയ്ക്ക് മഴ മൂടൽ വരുന്നുണ്ട്, ഇടയ്ക്ക് വെയിൽ എളിയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. മറക്കണ്ട കേട്ടോ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്ത് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേരെ കേട്ടോ. ഇപ്പോൾ ഇത് ബാക്കിയും കൂടെ എൻ്റെ തല തേച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ജോലിയുണ്ട്, അതെല്ലാം ചെയ്ത് തീർത്തേച്ച് വേണം കുളിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാവേ.